സ്വാഗതം. ലണ്ടൻ വിശേഷങ്ങളാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് എന്നറിയാം. എന്തൊക്കെയാണ് അത്? ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരള കൈത്തറി, ബാലരാമപുരം കൈത്തറീനെ ലണ്ടൻ വരെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം. ആദ്യമായിട്ട് നമ്മുടെ കൈത്തറീനെ ഇന്റർനാഷണലി ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു, ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. അത് പൂവണിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാണ് ഞാനും എന്റെ വീവേഴ്സ് വില്ലേജ് കുടുംബവും. 27-ാം തീയതി ആയിരുന്നു അല്ലെ പരിപാടി? അതെ അതെ, 27-ാം തീയതി ഗംഭീരമായിട്ട് ആ പരിപാടി നടത്തി. അതിന്റെ ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനവും ഒക്കെ ആ മുഖത്തുണ്ട്. എന്തായിരുന്നു തീം എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത്. ആ തീമിലാണ് കളറിപ്പയറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ ഒപ്പം കൈത്തറി അതുകൂടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് പറയൂ, ഷോയെ കുറിച്ച്. ഇപ്രാവശ്യം ഞാൻ ഇൻസ്പിറേഷൻ ഞങ്ങൾ എടുത്തത് കളരിയാണ്, വെറും കളരിയും അല്ല. അപ്പോ ഒരു മൂവ്മെന്റ് ഓഫ് ഫ്രീഡം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ആട്ടക്കളരിയുടെ ഫൗണ്ടർ, അതിനൊരു ബിഗ് ട്രിബ്യൂട്ട് കൊടുക്കേണ്ട ജയചന്ദ്രൻ പാലാഴി, അദ്ദേഹത്തിനാണ് ഗുരുജി. അദ്ദേഹമാണ് ഈ ഒരു ആർട്ട് ഫോം, ഇതൊരു വെറും നമ്മുടെ മാർഷൽ ആർട്സ് മാത്രമല്ല, കളരിയും അതിനോടൊപ്പം തന്നെ ഡാൻസും കൂടി. ഡാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മുദ്രകളല്ല, ഇറ്റ്സ് ലൈക്ക് എ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. അപ്പം സെന്റർ ഫോർ മൂവ്മെന്റ് ആർട്സ് ആണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഗാർമെന്റ്സും അതുപോലെ തന്നെ കൈത്തറി ഭയങ്കര നമ്മള് ചുമ്മാ ഒരു ഗാർമെന്റ് ആയിട്ടല്ല, അതിനെ നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യത്തക്ക രീതിയിൽ, പല രീതിയിൽ ഒരേ ഗാർമെന്റ് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യത്തക്ക രീതിയിലുള്ള, വെയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സിൽവറ്റ്സ് ആയിരുന്നു. അതിനോടൊപ്പം എല്ലാം ഹാൻഡ് പ്രിന്റഡ് ആയിട്ട്, നമ്മൾ അതാണല്ലോ എപ്പോഴും ചെയ്യുന്നത്, ഹാൻഡ് വൂവൺ, ഹാൻഡ് പ്രിന്റഡ്, ഹാൻഡ് ഡൈഡ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഗാർമെന്റ്സിനെയാണ് കൊണ്ടുവന്നത്. എല്ലാം നാച്ചുറലി ഡൈ തന്നെ, നമ്മുടെ ആയുർവേദ ഡൈ തന്നെയാണ് ചെയ്തത് ഇപ്രാവശ്യവും. അത് മാത്രമല്ല, ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ നമ്മൾ ചെയ്തത് പാർട്ട്ണറിങ് വിത്ത് പ്ലാൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു, അതും മലയാളി തന്നെയാണ്, ടിൻറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസർ ആയിരുന്നു. അവരുടെ കൂടെയാണ് ചെയ്തത്. ഇൻക്ലൂസീവ് ആയിട്ട് കഴിഞ്ഞ ഷോ, എന്റെ ഷോ എന്ന് പറഞ്ഞ ഒരു വേൾഡ് റെക്കോർഡ്. അപ്പൊ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ഷോ ചെയ്തത്. അന്ന് നമ്മളൊരു വേൾഡ് റെക്കോർഡ് ചെയ്തായിരുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് പേര്, അതായത് 10-600ഓളം മോഡൽസിനെ ചേർത്തിട്ട് നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റൈസർ ആയിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്ലസ് സൈസ്, അതുപോലെ തന്നെ നോ കളർ, നോ ഏജ്. അപ്പം അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എല്ലാവരും മലയാളികൾ ഉണ്ടായിരുന്നു. പ്രൗഡോട് പറയാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഈ ഷോയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് അവർക്ക് തന്നെ കൊടുക്കണം. ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ എന്നെ പറ്റി ഒരുപാട് പറയും, ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു, പക്ഷെ ഇപ്രാവശ്യത്തെ ഷോ യു ഗൈസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് എല്ലാവരുടെയും കൂട്ടായ്മയോട്, എസ്പെഷ്യലി മോഡൽസ് അത് അത്രയും ഭയങ്കര പ്രൗഡോടുകൂടി, ശരിക്കും അവിടെ നിന്നപ്പം രോമാഞ്ചം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് പല രാജ്യത്തു നിന്നുള്ളവര്, ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയായിരുന്നു. ബിഗ് സല്യൂട്ട് ടു നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ, ഷീനു മമ്മി ആണെങ്കിലും, ഞാൻ മമ്മീന്ന് തന്നെ വിളിക്കും. ഞാൻ ഇവിടെ വരാൻ കാരണം തന്നെ ജിജോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ചെയ്തത് ജിജോ ആണ്. അപ്പം ശരിക്കും മലയാളികളുടെ ഒരുപാട് എഫേർട്ട് ഈ ഒരു ഷോയുടെ പുറകിലുണ്ട്. അതിനെപ്പോലെ തന്നെ എല്ലാ രാജ്യത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. ഭയങ്കര അഭിമാനം എന്ന് പറഞ്ഞാൽ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല. ഞാൻ 10 വയസ്സിൽ, എനിക്ക് തോന്നുന്നു 10 വയസ്സിൽ എന്റെ വിഷൻ ബോർഡിൽ ഇട്ട ഒരു കാര്യമാണ് ലണ്ടൻ ഫാഷൻ വീക്ക്, അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോവാ, അല്ലെങ്കിൽ ന്യൂയോർക്ക്, മിലാൻ, ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ. അപ്പം അതും ആ വെന്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടൻ ഫാഷൻ വീക്ക് കാണാൻ വന്നപ്പോ ഈ വെന്യൂവിലാണ് വന്നത്. ഓണത്തിനായിരുന്നു ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പം വന്ന് ഞാൻ വലത്തെ കാല് വെച്ച് അവിടെ ചേർച്ചാണ് കേറിയതും ഞാൻ പ്രാർത്ഥിച്ച കാര്യം, അടുത്ത പ്രാവശ്യം എനിക്ക് ഇവിടെ ഒരു ഷോ ചെയ്യാൻ പറ്റണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയത് തന്നെ. അപ്പം എന്റെ ഫസ്റ്റ് ലണ്ടനിലെ ഷോ അതേ ചേർച്ചിൽ വെച്ച്, അതേ വെന്യൂവിൽ വെച്ചെന്ന് പറഞ്ഞാൽ അത് അടുത്ത ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര അഭിമാനം തോന്നുന്നു. അതിനോടൊപ്പം കളരിപ്പയറ്റ് ചെയ്ത ആർട്ടിസ്റ്റ് പ്രതാപ് മേനൻ ആൻഡ് അദ്ദേഹത്തിന്റെ കൂടെ 2 പേര് ഗംഭീരമായിട്ടാണ് ഇതിനെ ഭയങ്കരമായിട്ട് ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഈ ഷോനെ കളരിപ്പയറ്റ് പെർഫോം ചെയ്തത്. പിന്നെ ഒരുപാട് കാര്യം ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നോട്ട് ജസ്റ്റ് ദാറ്റ്, സ്റ്റൈലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് അതും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ജ്വല്ലറീസ് ആണ്, ഭൂമിക ജ്വല്ലറീസ് ആയിരുന്നു. അതിനോടൊപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തതിനോടൊപ്പം സിന്ദൂരം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റൈലിങ്ങില് നമ്മള്
ഓപ്പറേഷൻ സിന്ദൂറിനെ കൊണ്ടുവരാൻ നോക്കി. അതായത് ഈവൻ പ്രിൻസിലാണെങ്കിലും ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ആണെങ്കിലും സിന്ദൂറാണ്. അപ്പം ശരിക്കും കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് ഡിഫെൻസ്, റൈറ്റ്? നമ്മുടെ മാർഷൽ ആർട്സ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യ ചെയ്തതും അത് തന്നെയാണ്, സെൽഫ് ഡിഫെൻസ് ആണ് അഗേൻസ്റ്റ് ടെററിസം. ഞാൻ ഒരിക്കലും ഞാൻ വാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്നാൽ അതേസമയം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ട സമയം നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പം അതിനൊരു സല്യൂട്ട്, ബിഗ് സല്യൂട്ടും കൂടി നമ്മുടെ രാജ്യത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ഇറക്കിയത്. ആൻഡ് കളരിപ്പയറ്റിന്റെ ആട്ടക്കളരിയുടെ മൂവ്മെന്റ്സ് എടുത്തിട്ടുള്ള കുറെ പ്രിന്റ്സും ഉണ്ടായിരുന്നു, ഹാൻഡ് പ്രിന്റഡ് ആയിരുന്നു. ഇവൻ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൈത്തറീനെ. അപ്പം മാക്സിമം നമ്മുടെ കുഴിത്തറീനെയും കൈത്തറീനെയും എങ്ങനെയൊക്കെ എത്രത്തോളം ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അത് എത്തിക്കാൻ പറ്റി സക്സസ്ഫുള്ളി. ഭയങ്കര അപ്രീസിയേഷൻ ആണ് കിട്ടിയത്. അത് ഞാൻ ഒരിക്കലും പറയില്ല, ഞാനായിട്ട് ചെയ്തൊരു കാര്യമല്ല, അതൊരു ടീം എഫേർട്ട് തന്നെയായിരുന്നു. എല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഒരുപാട് പേർക്ക് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്, നമ്മൾ കൊടുത്ത എല്ലാവർക്കും വന്നവർക്ക് ഒരു ഗിഫ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റി, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശരത്താണ് അത് ചെയ്തത്. ശരത്തിന്റെ ഐഡിയ ആയിരുന്നു ഇതെന്താന്ന് വെച്ചാ താളിയോലയില്ലേ, നമ്മുടെ താളിയോലയില് എഴുതിയ ഒരു താങ്കിങ് നോട്ടാണ് വീവേഴ്സ് വില്ലേജിന്റെ. അപ്പം ഇത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാവർക്കും ഭയങ്കര പുതുമയായിരുന്നു. ഇതൊരു ബുക്ക് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളരിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബാഗും, ആൻഡ് ആ കളറും അങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഏറ്റവും അതിനെക്കാട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഞാൻ നാരങ്ങ മിഠായി വരെ ഞാൻ അവിടെ കൊണ്ടുപോയി. നാരങ്ങ നമ്മുടെ കേരളത്തിന്റെ ഒരു രുചി കൊണ്ടുപോയി പറയാനായിട്ട്. അപ്പൊ ആ ഗിഫ്റ്റിംഗ്, അപ്പൊ അത് തുടക്കം മുതൽ അവസാനിക്കുമ്പോ ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ വരെ ഒരു കേരള ടച്ച് അത് നിലനിർത്തണം എന്ന് വിചാരിച്ചു ശോഭ. അത് നടത്തുകയും ചെയ്തു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അല്ലെ? ഇപ്പോൾ വീവേഴ്സ് വില്ലേജ്, അതെ, വീവേഴ്സ് വില്ലേജ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂസ് ത്രീയിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശോഭയുടെ പ്രവർത്തനങ്ങളെ. പക്ഷെ എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നത് കൂടിയാണ്. ഇന്ന് മെയ്ഡ് ബൈ ഹാൻഡ്, ലവ്ഡ് ബൈ ഹേർട്ട്, ഫ്രം കേരള ടു ലണ്ടൻ, നേരത്തെ പറഞ്ഞ ആ ചെറിയ കുട്ടിയുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും കാണുന്നുണ്ട്. ലണ്ടൻ അതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ശോഭയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചുകൂടി ഒന്ന് അറിയണമല്ലോ. കാരണം ഒരു ഷോ നമ്മുടെ രാജ്യത്തല്ല, പുറത്തു പോയി അവിടെ ചെയ്യണമെങ്കിൽ വലിയ തയ്യാറെടുപ്പ് വേണം. പക്ഷെ വളരെ ഷോർട്ട് പീരീഡേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഉറങ്ങിയിട്ട് കുറേ ദിവസമായി എന്നറിയാം, അതിനെക്കുറിച്ച് പറയൂ. ഇന്ന് വേക്കപ്പ് കോളം അച്ഛനാണ് എനിക്ക് തന്നതിലേക്ക് ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയത്. ബിക്കോസ് ഒരു 10 ഡേയ്സിന്റെ പ്രിപ്പറേഷനിൽ ഒരു 30-35 ഗാർമെന്റ്സ് ആണ് നമ്മൾ ചെയ്തത്. അത് ചെറിയ കാര്യമില്ല, അതും കൈത്തറിയാണ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാം ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് ആണ്. അപ്പം